ഹായ് ഗൈസ്, ഞാനൊരു കാസർഗോഡുകാരനാണ്. അപ്പോൾ ഇന്ന് ഞാൻ അതിൽ അഭിമാനിക്കുന്നുണ്ട്. പക്ഷേ കാസർഗോഡുകാർ ചില കാര്യത്തിൽ ഓക്കെയാണ്, ആർഭാടം കാണിക്കാനും മറ്റെല്ലാ കാര്യങ്ങൾക്കും അവർ വളരെ സ്മാർട്ടാണ്. പക്ഷേ ചില കാര്യത്തിൽ അറിയാതെ വയ്യ, വളരെ മോശമാണ്. അത് ഇപ്പോൾ ഞാനൊരു കടയിൽ പോയി, അവിടെ 3 കാസർഗോഡുകാരാണ് ഉള്ളത്. അപ്പോൾ അവിടെ പലതരം കസ്റ്റമറൊക്കെ ഒന്ന് പോവും. അപ്പോൾ അതില് 2 പേര് ശുദ്ധ മലയാളം സംസാരിക്കും. പക്ഷെ അതിലൊരുത്തന് കാസർഗോഡ് സ്ലാങ്ങിലേ സംസാരിക്കത്തുള്ളൂ എല്ലാവരോടും. അങ്ങനെ അതിലുള്ള ഒരാൾ മാത്രമല്ല, അങ്ങനെ നിരവധി ആൾക്കാർ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ വിളിച്ചപ്പോഴും എൻ്റെ ഉമ്മ ഉപ്പ അവരും പറയുന്നത്, നീ വ്ളോഗ് ചെയ്യണ്ട, നീ ശുദ്ധ മലയാളത്തിലൊന്നും സംസാരിക്കണ്ട, അത് കേൾക്കുന്നവർക്ക് എന്തോ പോലെയാണ്. അപ്പോൾ കാസർഗോഡുകാരെ സംബന്ധിച്ചിടത്തോളം അവരെ സ്ലാങ് വിടാതെ അവരൊന്നും അത് വിടാതെ ഒരു കളിയില്ല. അവർ ഫോർ എക്സാമ്പിൾ അവർ പിടിവാശി കാണിക്കും. ബ്രസീലില് കുരങ്ങിനെ പിടിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു കെണിയുണ്ട്. എന്തെന്ന് വെച്ചാൽ ഒരു നല്ല കട്ടിയുള്ള ഒരു കായയിൽ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഒരു സ്ഥലത്ത് വെക്കും. ഈ സ്ഥലത്ത് വെക്കുമ്പോൾ അവിടെ വരുന്ന കുരങ്ങുകൾ അതിൻ്റെ ഉള്ളിൽ അവര് പീനട്സ്, അതുപോലെ ബദാം, അങ്ങനെയുള്ള കായകളൊക്കെ വെക്കും കുരങ്ങിനെ എടുക്കാൻ വേണ്ടി. അപ്പോൾ അവർ ഒരു സ്ഥലത്ത് അത് വെച്ചിട്ട് കുരങ്ങ് അതിൻ്റെ ഉള്ളിൽ കൈയിടും ഈ പീനട്സ് എല്ലാം എടുക്കാൻ വേണ്ടി. അപ്പോൾ കൈയിട്ടപ്പോൾ അതിൻ്റെ കൈ ആ കായയുടെ ഉള്ളിൽ കുടുങ്ങും. അപ്പോൾ ആൾക്കാർ പെട്ടെന്ന് ഓടി വന്നിട്ട് കുരങ്ങിനെ പിടിക്കും. പക്ഷെ കുരങ്ങ് ഒരിക്കലും തൻ്റെ കൈ വിടില്ല, അതിൻ്റെ കയ്യിലുള്ള പീനട്സ് ഒന്നും വിടില്ല. അതിന് ഭക്ഷണമാണ് വലുത്. അതുപോലെയാണ് ചില ആളുകൾ നല്ല പിടിവാശി കാണിക്കും. പക്ഷെ നമ്മൾ വളരണമെങ്കിൽ നമ്മൾ മാറണം. പിടിവാശി കാണിച്ചിട്ട് ഒരു കാര്യമില്ല ഞാൻ പറയുന്നു. പിന്നെ അടുത്ത വീഡിയോ വീണ്ടും വരാം.